ഈ CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇതിനെ കൂട്ടിലടച്ച തത്ത എന്നാണ് സാധാരണ വിശേഷിപ്പിക്കാറുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ ചട്ടുകമാണ് ഈ ഒരിക്കൽ ഒരു കോടതി നടത്തിയ നിരീക്ഷണമാണ്. അതിപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ മറ്റു പാർട്ടികൾ, BJP ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം പറയുന്ന ഒരേ കാര്യം തന്നെ, CBI എന്നൊരു കൂട്ടിലടച്ച തത്തയാണ്. ഇപ്പോൾ ED കുറിച്ച് അത് തന്നെയാണ് പറയുന്നത്. EDക്ക് BJP ഭരിക്കുമ്പോൾ ഒരു ന്യായവും BJP നടക്കുമ്പോൾ എതിർപക്ഷത്ത് വരുമ്പോൾ വേറെ ന്യായമാണെന്നൊക്കെ ആരോപണം വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇന്ന് രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു അന്വേഷണ സ്ഥാപനം എന്ന് പറയുന്നത് CBI തന്നെയാണ്, ഒരു സംശയമില്ല. ഏതാണ്ട് ഇതേ അവസ്ഥയാണ് കേരളത്തിലെ വിജിലൻസ്, സംസ്ഥാന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ. ഈ വിജിലൻസിന് ഇതേ അവസ്ഥയാണുള്ളത്. പക്ഷേ ഈ വിജിലൻസ് ഡയറക്ടറായിട്ട് മനോജ് എബ്രഹാം വന്നതിന് ശേഷം അദ്ദേഹം വളരെ പഠനങ്ങൾ നടത്തി ഈ വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ ഒന്നും നടക്കില്ലായിരുന്നു. അതൊട്ട് പരിഷ്കരിക്കാനോ അത് നിലവിൽ വരുത്താനോ അവർ തയ്യാറായിരുന്നില്ല. അവർ ഈ 10 വർഷം കൊള്ളയടിച്ചുകൊണ്ടിരുന്ന മുഴുവൻ സർക്കാർ മുതലല്ലേ, അതിന് വിജിലൻസിനെ സ്വതന്ത്രമായിട്ട് വിട്ടു കഴിഞ്ഞാൽ എല്ലാ നേതാക്കന്മാരും അകത്തായി പോകും. അതുകൊണ്ട് ഇതിനെ മനോജ് എബ്രഹാം മുന്നിട്ടിറങ്ങിയത് പോലും അദ്ദേഹത്തിൻ്റെ സ്വാനുഭവത്തിൽ നിന്നാണ്. എന്താണെന്നറിയാമോ, ഈ അദ്ദേഹത്തിനെ ഒരു വിജിലൻസ് കേസിൽ കുടുക്കി വേറൊരു ഉദ്യോഗസ്ഥൻ. എന്തിനാണെന്നറിയാമോ, ഇവർ രണ്ടുപേരും ഒരേ ബാച്ചിൽപ്പെട്ട IPSകാരാണ്. അയാൾക്ക് സ്ഥാനക്കയറ്റം കിട്ടണമെങ്കിൽ ഇയാൾക്കെതിരെ എന്താണ് DGP ആയിട്ട് സ്ഥാനക്കയറ്റം, ഇയാൾക്കെതിരെ ഒരു വിജിലൻസ് എൻക്വയറി തുറന്നും കിട്ടും. തുടങ്ങി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ വിജിലൻസ് എൻക്വയറി തുടങ്ങി വെച്ച് കഴിയുമ്പോൾ ഇത് കിടക്കുകയാണ്, സർവീസ് ബുക്കിൽ ഇത് കിടക്കുകയാണ്. ഈ പറയുന്ന വിജിലൻസ് അയാൾക്കെതിരെ വിജിലൻസ് എൻക്വയറി കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ ഉദ്യോഗസ്ഥൻ പക വീട്ടുന്നതിന് വേണ്ടി ചെയ്ത സംഭവമാണ്. പക്ഷേ ഇത് കേരളത്തിലെമ്പാടും ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം വരണം. അങ്ങനെയാണ് വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കാൻ ഒരു തീരുമാനമായത്. അല്ലാതെ നല്ല നീക്കമാണ്. എന്തൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട എന്താണെന്നോ, ഇനിയിപ്പോൾ അഴിമതി കേസിൽ നടപടിക്ക് സർക്കാരിൻ്റെ അനുമതി വേണ്ട. നേരത്തെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരാൾക്കെതിരെ ഒരു വിജിലൻസ് ഒരു പരാതി വന്നാൽ ഉടനെ ഇതിന് സർക്കാരിൻ്റെ അനുമതിക്ക് പോകും, അല്ല വിജിലൻസ് ഡയറക്ടർ അനുമതി മതി, അല്ല സർക്കാരിലേക്ക് പോകും. സർക്കാരിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും, സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ് അവരെ അനുമതി നിഷേധിക്കും. പിന്നെ വിജിലൻസ് അന്വേഷണം നടക്കത്തില്ല. അതായത് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താ, വിജിലൻസ് മാനുവൽ പരിഷ്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ വന്നു. ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ അഴിമതി ആരോപണം അല്ലെ അഴിമതി പരാതി ഒരാളുടെ അനുമതിയില്ലാതെ കൃത്യമായിട്ട് ഇവർക്ക് അന്വേഷിച്ചു പോകും ഉദ്യോഗസ്ഥർക്കെതിരെ. എന്നാൽ ഈ വിജിലൻസ് മാനുവൽ പരിഷ്കരിച്ചപ്പോൾ മറ്റ് കുറച്ച് പ്രധാന നിർദ്ദേശങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതിലൊന്ന്, സർക്കാർ ടെൻഡർ പർച്ചേസ് തുടങ്ങിയവയിലെ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ അനുമതി വേണം. ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന ടെൻഡർ ഉണ്ടല്ലോ, ടെൻഡർ കൊടുത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. സാധാരണ ഇങ്ങനെയുള്ള കേസ് കെട്ടുകൾ വരുമ്പോൾ അതിൻ്റെ MDയും, ഇപ്പം നമുക്കറിയാം തോട്ടണ്ടി ഇറക്കുമതിയിൽ R ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് ചെയർമാനും മറ്റേ MDയും ആയിരുന്നു. അപ്പോൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഇപ്പോഴും സർക്കാർ കൊടുത്തിരിക്കുന്നത് പോലും കോൺഗ്രസ് കാരനായ ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്ന തരത്തിലാണ്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാവില്ല എന്നറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് വിഷയം. സർക്കാരിൻ്റെ ടെൻഡറും പർച്ചേസും തുടങ്ങിയ അഴിമതികൾ അന്വേഷിക്കണമെങ്കിൽ അനുമതി വേണം എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു മാറ്റവും ഇല്ല, അതിപ്പോഴും പഴയതുപോലെ തന്നെ. ഇനി ഉദ്യോഗസ്ഥരുടെ അഴിമതി ചരിത്രവും അഴിമതിക്കാരുടെയും അങ്ങനെ സംശയിക്കപ്പെടുന്നവരുടെയും പട്ടിക തയ്യാറാക്കും. അതായത് എന്ന് പറഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥരും ഈ വിജിലൻസിൻ്റെ ഒരു സർവൈലൻസിലേക്ക് വരികയാണ്. അഴിമതിക്കാരെന്ന് പേരെടുത്ത ഉദ്യോഗസ്ഥരുണ്ട്, പിന്നെ ഈ SSB സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് മുഖേന അന്വേഷിച്ച് അഴിമതിയോ അനധികൃത സമ്പാദ്യവും കണ്ടെത്തിയ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെ എല്ലാം പട്ടിക സൂക്ഷിക്കുകയാണ്. ഇപ്പം ഇവരൊക്കെ വിജിലൻസിലേക്ക് പോസ്റ്റിംഗ് ചോദിക്കും. അതാണ് നല്ല കള്ളനെ കാവലേൽപ്പിക്കുന്ന പറഞ്ഞ അവസ്ഥയല്ലേ ഇത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള കാര്യം, നമ്മളെല്ലാവരും വാർത്ത കൊടുക്കാറുള്ളതാണ് ഈ കൈക്കൂലി കേസിൽ പിടികൂടി എന്നൊക്കെ. ഇതിൽ എത്ര പേരെ ശിക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ പിന്നെ അറിയാം. അതിനകത്ത് കുറച്ചുപേരെയൊക്കെ ശിക്ഷിക്കും, കുറച്ചുപേരെയൊക്കെ വെറുതെ വിടും. അത് കയ്യോടെ പിടിച്ച ഒരുപാട് കേസുകളുണ്ട്. ഇവരൊക്കെ പിന്നെ ശിക്ഷിച്ചായിട്ട് പലയിടത്തും നമ്മൾ പല വിവാദമായ സംഭവങ്ങളിലും, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയൊക്കെ ഉള്ള പ്രമുഖരായ പലരെയും കൈക്കൂലി കേസിൽ കൈയോടെ പിടിച്ചിട്ട് പിന്നെ ശിക്ഷിച്ചവർ ജയിലിൽ പോയില്ലേ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഈ ഉദ്യോഗസ്ഥരെ അഴിമതി ചരിത്രം പരിശോധിക്കുക. അഴിമതിക്കാരുടെയും, അതായത് ഉദ്യോഗസ്ഥരിൽ മിക്കതും അഴിമതിക്കാരാണെന്നാണ് പറയുന്നത്, അവരുമായിട്ട് ബന്ധപ്പെട്ടവരുടെയും സംശയിക്കപ്പെടുന്നവരുടെയും പട്ടിക തയ്യാറാക്കും. അനധികൃത സ്വത്ത് സമ്പാദിക്കുന്നവർക്കെതിരായ അന്വേഷണത്തിന് വിജിലൻസിന് പൂർണ്ണ സ്വാതന്ത്ര്യം. ഇപ്പം നേരത്തെ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെതിരെ അല്ലെ ഒരു ജനപ്രതിനിധിക്കെതിരെ അല്ലെ അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കുന്നു എന്ന് കരുതുക. ഇത് അന്വേഷിക്കാൻ നേരം
നേരത്തെ ഇവർ സർക്കാരിനോട് അനുമതി ചോദിക്കണം. വിജിലൻസ് ഡയറക്ടർ അനുമതി കൊടുത്താൽ പോരാ, സർക്കാർ അനുമതി. സർക്കാർ വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഇല്ല, അത് അടയ്ക്കും. അപ്പോൾ അത് ഒഴിവായി. അതിന് ഈ സർക്കാരിൻ്റെ അനുമതി വേണ്ട. പിന്നെ സർക്കാർ പ്രധാന സ്ഥാനങ്ങളിൽ നിയമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വിജിലൻസ് ക്ലിയറൻസ് നിർബന്ധമാണ്. അതായത് ഈ ഓരോരുത്തരെ സർക്കാർ മാറി മാറി വരുമ്പോൾ തന്ത്രപ്രധാനമായ സീറ്റുകളിലേക്ക് അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കടന്നു കയറാൻ ശ്രമിക്കുന്ന ഉടനെ ഒരു മന്ത്രി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെങ്കിലും ശുപാർശ ചെയ്ത് ആ കെയർ ഓഫിൽ അത് ഇന്നയാളുടെ ആൾ എന്നുള്ള നിലയിൽ അങ്ങ് കയറിപ്പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനി നടക്കത്തില്ല. കാരണം ഇയാൾ അഴിമതിക്കാരനാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ഇയാളെ നിയമിക്കുന്നതിന് മുമ്പ് വിജിലൻസ് കൊടുക്കണം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പാസ്പോർട്ടിനൊക്കെ അപേക്ഷ, അതുപോലെ കൊടുക്കണം. അഴിമതി ചെയ്യാത്തവർക്ക് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കും. വിരോധമുള്ളവരെ വിജിലൻസ് കേസിൽ കൊടുക്കാനുള്ള പ്രവണത തടയും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പോയിന്റാണ് മനോജ് എബ്രഹാം സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതി ഉണ്ടാക്കിയതാണ്. അതായത് വിരോധമുള്ളവരെ വിജിലൻസ് കേസിൽ കൊടുക്കാനുള്ള പ്രവണത തടയും എന്നുള്ളത്. ഇത് പണ്ട് പോലെയുള്ള ഒരു പരിപാടിയാണ്. പല ഉദ്യോഗസ്ഥന്മാരും പോലീസിൽ മാത്രമല്ല പല വകുപ്പുകളിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരെ വിജിലൻസ് കേസിൽ കൊടുക്കാനും മാത്രമല്ല, ഇത് ചിലപ്പോൾ ഇത് അവസാനം നിരപരാധി തെളിയുമ്പോഴേക്കും ഇയാളെ പ്രൊമോഷൻ്റെ സമയം കഴിഞ്ഞിരിക്കും. ഈ സർവീസ് റിട്ടയർ ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് പുറത്തു വരുന്നത്. അങ്ങനെ പിന്നെ കുടുങ്ങിപ്പോയ ഒരുപാട് പേരുണ്ട്. ഈ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി പണ്ട് ഇങ്ങനെ വിജിലൻസ് അന്വേഷണം നടത്തിയ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ എല്ലാ ജില്ലകളും വിജിലൻസിൻ്റെ ഇൻ്റലിജൻസ് ടീം പ്രവർത്തിക്കും. വിജിലൻസ് ഇൻ്റലിജൻസ് എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കും. വിജിലൻസ് കേസുകൾ നടത്താൻ PSC വഴി ലീഗൽ അഡ്വൈസേഴ്സിനെ നിയമിക്കും. കൃത്യമാണ്. ഇതിനകത്ത് ഏറ്റവും നല്ല പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. വിജിലൻസ് കേസ് നടത്താൻ PSC മുഖേന ലീഗൽ അഡ്വൈസേഴ്സിനെ നിയമിക്കുന്നതാണ്. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ലീഗൽ അഡ്വൈസേഴ്സ് ഓരോ കാലഘട്ടത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ്, ഗവൺമെന്റ് ലീഡർമാർ. അവരെ കൊണ്ടങ്ങനെ ഇറക്കുന്നു. അതെ, വലിയ കേസ് വന്നാൽ അവരുടെ കയ്യിൽ നിൽക്കാത്തതുകൊണ്ട് വേറെ ആളിനെ കാശ് കൊടുത്ത് ഇറക്കുന്നു. അപ്പം വിജിലൻസ് കേസ് നടത്താൻ പക്ഷേ PSC മുഖേന ആൾക്കാരെ നിയമിക്കും. അവർ ലീഗൽ അഡ്വൈസറെ നിയമിക്കും. മിന്നൽ പരിശോധനകളുടെ രീതി കാലോചിതമായിട്ട് പരിഷ്കരിക്കും. ഇത് ഇത്രയും നാളുമായിട്ട് തുടർന്നു പോന്നുകൊണ്ടിരുന്ന ആ മിന്നൽ പരിശോധന മാറ്റി പുതിയതായിട്ട് ചെയ്യും. ബിനാമി ഇടപാടുകളിൽ ശക്തമായ നടപടികളുണ്ടാകും. ഉദ്യോഗസ്ഥന്മാരുടെ ബിനാമി പരിപാടിയുണ്ട്, അതിനകത്ത് നടപടിയുണ്ടാകും. ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, രാഷ്ട്രീയക്കാർക്ക് ബിനാമിയാണല്ലോ പ്രധാന അവരുടെ രീതി സ്വത്തുസമ്പാദനത്തിന്. ഇനി അഴിമതി ഡിജിറ്റലായി നടത്തുന്നവരെ കണ്ടുപിടിക്കാൻ ട്രാപ്പ് ഇൻ ഡിജിറ്റൽ മണി ട്രാൻസ്ഫർ എന്ന വിഭാഗം വരും. അതായത് ഏറ്റവും വലിയ തമാശാണ്, നമ്മൾ ഈ വിജിലൻസ് പിടിക്കാതിരിക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങാൻ ചില മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായിരുന്നു നമ്മുടെ മോഹിനിയാട്ടം സിനിമയിൽ കാണിച്ച ഒരു അമ്പലം പണിയുക. അമ്പലം പണിഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു വലിയ ഭണ്ഡാരം വയ്ക്കുക. ഈ ഭണ്ഡാരത്തിൽ കൈക്കൂലി പണം കൊണ്ടിടുക. ഇത് വെണ്ണല ഒരു ക്ഷേത്രത്തിലെ കാര്യവും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം ഈ പൈസ ഇതിനകത്ത് ചെല്ല് വീഴുന്നു. ഇത് ക്ഷേത്ര നടത്തിപ്പുകാരായിട്ടുള്ള ഈ ക്ഷേത്രം സ്ഥാപിച്ച ആൾക്കാർ അവർ ചാക്ക് കണക്കിന് കെട്ടിക്കൊണ്ട് പോവുക. എന്നിട്ട് അതിനകത്ത് അവർ എണ്ണി വിഹിതം വെച്ച് അവരെടുക്കുക. അതാണ് നടന്നുകൊണ്ട്. അല്ല, ഇത്തരം ഒരുപാട് വിദ്യകളുണ്ട്. പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതോ സർക്കാർ ഓഫീസിൽ പ്രധാന ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ കൈക്കൂലി കൊടുക്കേണ്ടത് അവിടെ അടുത്തുള്ള മുറുക്കാൻ കടയിൽ. അത് തന്നെ, മുറുക്കാൻ കടയിൽ അതിനായിട്ടൊരു മുറുക്കാൻ കട ഇവർ തന്നെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ചില ഉദ്യോഗസ്ഥർ പോകുമ്പം അയാൾ ഏത് ഓഫീസിൽ വീണ്ടും പോകുന്നോ അതിനു മുമ്പ് ഇവർ മുറുക്കാൻ കടയുടെ ബ്രാഞ്ച് തുടങ്ങും. ഒരു മുറുക്കാൻ കടയുടെ ബ്രാഞ്ച് അവിടെ തുടങ്ങും. അങ്ങനെ പലവിധ പരിപാടികളുണ്ട്. മുറുക്കാൻ കട അത് പഴയ രീതിയാണ്. മുറുക്കാൻ കടയൊക്കെ ഇനിയിപ്പം മുറുക്കാൻ കടകളൊന്നും ഇല്ലാതാവുന്ന ഒരു കാലഘട്ടത്തിൽ വേറെ എന്തെങ്കിലും തട്ടുകട നടത്തേണ്ടി വരും. അപ്പോൾ പിന്നെ ഈ പത്തനംതിട്ടയിലെ ഒരിടത്ത് ഇതുപോലെ വിജിലൻസ് ചെയ്യുന്നപ്പോൾ അടുത്തൊരു വീട്ടിലായിരുന്നു കൊടുക്കുന്നത്. ഈ ഓഫീസിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അവരെന്തോ വീട്ടിലൂണോ അങ്ങനെയാണ്ട് നടത്തുകയാണ്. അപ്പോൾ അവിടെയാണ് കൊടുക്കുന്നത്. അവിടെ ചെന്നാണ് ഇവർ അവിടെ കൊണ്ട് കൈക്കൂലി കൊടുക്കും. ഇവർ ഊണ് കഴിച്ചിട്ട് വരുമ്പോൾ ഈ പൈസ മേടിച്ചോണ്ട് പോരും. ഇതാരും അറിയത്തുമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. വൈകുന്നേരമേ പോകത്തുള്ളൂ. അത് ഇപ്പം ഇതാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇനിയും കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണ ചുമതല ഏൽപ്പിക്കാനുള്ള നടപടിക്രമങ്ങളും ചട്ടങ്ങളും വ്യക്തമാക്കി. നേരത്തെ ഇപ്പം ED ആവശ്യപ്പെടുമ്പോൾ വിജിലൻസ് കൊടുക്കത്തില്ല. വിജിലൻസ് അടിക്കറി കേസെടുക്കുക. ഓർക്കുന്നില്ല ഈ നമ്മുടെ പഴയ വീട് വെച്ച് കൊടുത്ത പരിപാടി ലൈഫ് മിഷൻ പരിപാടിയിൽ ലൈഫ് മിഷനിൽ ED വരുന്ന കണ്ടപ്പോഴത്തേക്ക് വിജിലൻസ് അന്വേഷണം ഒന്ന് തുടങ്ങി. അന്വേഷണം നടത്തിയ കക്ഷികളാണ്. അതെ. അതുപോലെ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് ഇനി മുതൽ മെറിറ്റോറിയസ് സർവീസിനുള്ള മെഡലുകളും ബാഡ്ജുകളും പാരിതോഷികങ്ങളും നൽകും. അത്രയും കൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ഇപ്പം എനിക്കറിയാം വിജിലൻസിലിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വിജിലൻസ് ചോദിച്ചു വാങ്ങിച്ചു പോകുന്ന ഉദ്യോഗസ്ഥർ അവർക്കാർക്കും ഈ ഇതിൻ്റെ എന്താ പറയുന്നത് ഈ ലോക്കൽ പോലീസിൽ കിടന്ന് രാഷ്ട്രീയം കളിക്കാനോ അല്ലെങ്കിൽ പൈസ വാങ്ങിക്കാനോ ഇതിൻ്റെ ഈ ടെൻഷനുകൾ ഏറ്റുവാങ്ങാൻ അവരെന്ത് തയ്യാറാണ്.
അതിന് പകരം അവർ ചെയ്തത് ഈ വിജിലൻസ് പോലെയുള്ള വകുപ്പുകൾ മേടിച്ചു പോകും. എന്താണെങ്കിലും ഈ വിജിലൻസ് മാനുവൽ പരിഷ്കരണത്തിലേക്ക് നയിച്ചത് മനോജ് എബ്രഹാമിൻ്റെ തന്നെ സ്വന്തം അനുഭവം കൂടിയാണ്. അക്കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നലെ ഈ വിജിലൻസ് മാനുവൽ പുറത്തിറക്കിയ അതിൻ്റെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രിയാണ്. അല്ല, നല്ലതാണ് നമ്മുടെ നാട്ടിൽ ഈ ഇത്തരം കാര്യങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇപ്പോഴും പണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തുള്ള നിയമങ്ങളാണ് പലതും ഇവിടെ നിലവിലുള്ളത്. ഈ കാലം മാറിയതോ അതല്ലെങ്കിൽ ഡിജിറ്റൽ മേഖലയിൽ വന്ന വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇപ്പോഴും സർക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പല സർക്കാർ സ്ഥാപനങ്ങളിൽ പോലും ഒരു ഡിജിറ്റൽ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പോലും പറ്റാത്ത സംവിധാനം ഉള്ളതുകൊണ്ട് ഇന്നലെ ഒരാളോട് ഫോൺ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിച്ചിരുന്നു. അത് നമുക്ക് അനുഭവത്തിലുള്ളതാണ്. നമ്മുടെ നാട്ടിലെ 80% സർക്കാർ ഓഫീസുകളിൽ ലാൻഡ് ഫോൺ നമ്പറുകൾ വർക്ക് ചെയ്യുന്നില്ല. സൈറ്റിൽ നോക്കിയാൽ നമ്പർ കാണും. നമ്മളങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ഈ നമ്പർ നിലവിലില്ല. അവസാനം അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവർ ഫോൺ ബില്ല് അടയ്ക്കാറില്ല. ഇപ്പോൾ എല്ലാവരും കയ്യിലും മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവനവൻ്റെ മൊബൈൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്ന ഔദ്യോഗിക മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് തേക്കും. ഈ ഔദ്യോഗിക മൊബൈൽ ഫോൺ നാട്ടുകാർക്ക് അറിഞ്ഞും കൂടെ ഇരിക്കും. ഈ ഡിപ്പാർട്ട്മെൻറ്റില്ല. അത് ഈ ലാൻഡ് ഫോണുകളൊന്നും തന്നെ ഒരു ഭാഗം ഓഫീസുകളിലും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് തിരുവനന്തപുരത്ത് 1-2 സ്ഥല സർക്കാർ ഓഫീസിൽ വിളിച്ച് അനുഭവം ഉണ്ടായിട്ടുണ്ട്. വിളിക്കുമ്പോൾ ഒരനക്കമില്ല, അല്ലെങ്കിൽ ഈ നമ്പർ നിലവിലില്ല എന്ന് പറയും. അത് കാലോചിതമായി പരിഷ്കരിക്കുകയും ഈ ബി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ പുരോഗമന ഒരു ചിന്താഗതിക്കാരൻ, അങ്ങനെ ഒരു വീക്ഷണമുള്ള ഒരാളാണ്. അത് നോക്കണം. ഒന്നും അല്ലെങ്കിൽ അത് ലാൻഡ് ഫോൺ ആവശ്യമില്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ഏത് നമ്പറിലാണ് മൊബൈൽ നമ്പർ, നമ്മുടെ ഓഫീസിൽ നമുക്ക് മൊബൈൽ നമ്പറില്ലേ, അതൊരു മൊബൈൽ നമ്പർ ബന്ധപ്പെടാനുള്ള സംവിധാനം ഏർപ്പെടും. അത്രയേ ഉള്ളൂ.